ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. ദ പവർ ഓഫ് CMA. CMAയുടെ പവർ എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാറ്റലിസ്റ്റിന്റെ ഹോർഡിങ്സിലും കാറ്റലിസ്റ്റിന്റെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒപ്പ് പഴയ ഒപ്പല്ല, ലക്ഷങ്ങൾ വിലയുള്ള ഒപ്പാണ്. എന്താണ് അതിന്റെ റീസൺ? അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഡിസൈനിലേക്ക് കാറ്റലിസ്റ്റ് എത്താനുള്ള റീസൺ എന്താണ്? അപ്പൊ എന്താണ് CMAയുടെ പവർ? CMA ഇന്ത്യ ക്വാളിഫൈഡ് ചെയ്താൽ എന്തൊക്കെ പവറാണ് നമുക്ക് കിട്ടുക? അതൊക്കെയാണ് ഈ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ആരും ഈ വീഡിയോ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഈ വീഡിയോ. എന്ത് ചെയ്യുക, ലാസ്റ്റ് വരെ നിങ്ങൾ കാണാം. CMA പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ CMA പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 1959 CMA എന്ന് പറയുന്ന ഒരു ബോഡി ഇന്ത്യയുടെ സ്പെഷ്യൽ ആക്ട് പ്രകാരം രൂപീകൃതമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബോഡി എന്ത് ചെയ്തത് 1959 രൂപീകരിച്ചത്. അത് രൂപീകരിക്കുമ്പോൾ അതിന്റെ പേര് ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ ICAI എന്നുള്ള ബോഡിയിൽ പേരിലേക്ക് വന്നു. പിന്നെ ICMAI എന്നുള്ള പേരിലേക്ക് എന്ത് ചെയ്തു വന്നു. അത് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ബോഡിയാണ് CMA ഇന്ത്യ. അതേപോലെ തന്നെ ഏഷ്യയിലെ 1ാം സ്ഥാനമാണ് എന്ത് ചെയ്തത് CMA ഇന്ത്യ എന്ന് പറയുന്ന ബോഡിക്കുള്ളത്. അപ്പൊ തന്നെ ഇതിനൊരു പവർ ആലോചിച്ചു. വേൾഡിലെ 2ാം സ്ഥാനവും ഏഷ്യയിലെ 1ാം സ്ഥാനമാണ് ചെയ്തത് ഇന്ത്യൻ CMAയുടെ ഏറ്റവും വലിയ ലാർജസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ബോഡി. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ സെന്റേഴ്സ് നോക്കാം. ഇതിൽ ICMAയുടെ സെന്റേഴ്സിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് സെന്റേഴ്സ് ഉണ്ട്. അതിനെ കുറിച്ചിട്ട് ഞാൻ തരാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ത്യ ഒട്ടാകെ 4 റീജിയണൽ കൗൺസിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ ഒട്ടാകെ ഉള്ളത്. അതേപോലെ തന്നെ 11 ഓവർസീസ് സെന്റേഴ്സ് ഉണ്ട്. ലോകത്തൊട്ടാകെ കൂട്ടിയിട്ട് 11ഓളം ഓവർസീസ് സെന്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് CMA എന്ന് പറയുന്ന ബോഡിക്ക് ഉണ്ട്. കാരണം നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് CMAയുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 11ഓളം സെന്റേഴ്സ് ആണ് ലോകത്തൊട്ടാകെ എന്ത് ചെയ്യുന്നത് CMA ബോഡിക്കുള്ളത്. 117ഓളം ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യക്കകത്തുണ്ട്. ഇന്ത്യ ഒട്ടാകെ 117ഓളം ചാപ്റ്റേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. അതേപോലെ തന്നെ 61ഓളം CMA സപ്പോർട്ട് സെന്റർ എന്ത് ചെയ്തിട്ടുണ്ട് ഈ CMA എന്നുള്ള ബോഡിയുടെ അണ്ടറിലുണ്ട്. അതേപോലെ തന്നെ 401ഓളം ROCC സെന്റർ. നിങ്ങൾ ആലോചിക്കേണ്ട കേസാണ്, 401ഓളം ROCC സെന്റർ ആണ് ഇന്ത്യ ഒട്ടാകെയുള്ളത്. നിങ്ങൾ കാറ്റലിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞതും അല്ലെങ്കിൽ കാറ്റലിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതാണ്. ഇന്ത്യ ഒട്ടാകെ 401ഓളം ROCC സെന്ററിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ 401 സെന്ററിൽ കാറ്റലിസ്റ്റിനെയാണ് ICMA എന്ന് പറയുന്ന CMA എന്ന് പറയുന്ന ബോഡി 1ാം സ്ഥാനമായിട്ട് എന്ത് തെരഞ്ഞെടുത്തത്. കാരണം വെച്ചാൽ ഈ 401 ഈ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യ ഒട്ടാകെ പടർന്നു കിടക്കാണ് ഈ ഇന്ത്യയുടെ ICMAയുടെ CMAയുടെ ROCC സെന്ററുകളിൽ. അത് 401ഓളം സെന്റേഴ്സ് ആണ് ഇന്ത്യ ഒട്ടാകെയുള്ളത്. ഈ 401ഓളം സെന്റേഴ്സിൽ 1ാം സ്ഥാനമാണ് എന്ത് കാറ്റലിസ്റ്റിനുള്ളത്. അപ്പൊ കാറ്റലിസ്റ്റിന്റെ വലിപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ കാറ്റലിസ്റ്റിന്റെ ട്രസ്റ്റും കാറ്റലിസ്റ്റിന്റെ റിസൾട്ടും കാരണമാണ് എന്ത് ഈ ഇന്ത്യയിൽ ഈ 401ഓളം ROCC സെന്ററിൽ കാറ്റലിസ്റ്റിന് എന്ത് ചെയ്യുന്നത് 1ാം സ്ഥാനമാക്കി എടുത്തത്. ഏകദേശം 1 ലക്ഷം മെമ്പേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് CMAയുടെ അണ്ടറിൽ ഉള്ളത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു CMA കാരനാണ് എന്ത് ചെയ്യുക കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാനുള്ള പവർ. നിങ്ങൾ ആലോചിക്കണം, ഒരു കമ്പനിയുടെ ഒരു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിന്റെ ഒരു കോസ്റ്റ് ഓഡിറ്റ് സൈൻ ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളത് CMAക്കാർക്കാണ്. അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഡാറ്റാസ് കോസ്റ്റ് റെക്കോർഡ്സ് ചെക്ക് ചെയ്യാനും CMAക്കാരനായിരിക്കും ഉണ്ടാവുക, അതിനുള്ള അതോറിറ്റി ഉണ്ടാവുക. അതേപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്ററെ ജനറലി അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മളെ കമ്പനീസ് ആയിരിക്കും ഉണ്ടാവുക. 2ാമത്തെ പവറാണ് GST ഓഡിറ്റ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും GST ഓഡിറ്റ്. GST ഓഡിറ്റ് സൈൻ ചെയ്യാനുള്ള അതോറിറ്റിയും CMAക്കാർക്കാണ് ഉള്ളത്. 2023 ബജറ്റ് പ്രകാരം ഹ്യൂജ് ചേഞ്ച് ഇൻ ഇൻകം ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകം ടാക്സ് ആക്ടിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ ഇൻവെന്ററി വാല്യുവേഷൻ ഡൺ ബൈ CMAക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെന്ററി വാല്യുവേഷൻ എന്ത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റ്, കൺകറന്റ് ഓഡിറ്റ്, സ്റ്റോക്ക് ഓഡിറ്റ് ഫോർ ബാങ്ക്സ്, ടാക്സ് കൺസൾട്ടൻസി, പ്രൊജക്ട് മാനേജ്മെന്റ്, അങ്ങനെ ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്ത് ചെയ്യുക ഒരു CMA ക്വാളിഫൈഡ് ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊമേഴ്സിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്നെല്ലാം വിളിക്കില്ല നമ്മള്. അതേപോലെ തന്നെയാണ് ഒരു CMA. കാരണം CMA എന്ന് പറയുന്നത് ഒരു പി കോഴ്സ് ആണ്. ഇതിന് മുകളിൽ എന്തില്ല വേറെ കോഴ്സ് പഠിക്കാനില്ല. ഇപ്പൊ നമുക്കൊരു BCom കഴിഞ്ഞ ഒരാൾക്ക് എന്ത് ചെയ്യാം MCom പഠിക്കാം, അതിന്റെ മുകളിലൊക്കെ പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു CMA കഴിഞ്ഞ ഒരാൾക്ക് അതിന്റെ മുകളിലൊന്നും പഠിക്കാനില്ല. CMA is a peak course. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ഒപ്പ്, നമ്മളുടെ സൈൻ, അതാണ് നമ്മുടെ ഫ്യൂച്ചർ. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത്രയും ഇൻകംസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ സ്റ്റാറ്റസ് ആണെങ്കിലും നിങ്ങളെ സൈനിങ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നിങ്ങളെ പാരന്റ്സ് എല്ലാവരും നമുക്ക് പ്രൗഡ് ആക്കാൻ പറ്റും. ഒരു CMA ക്വാളിഫൈഡ് ആളുകൾക്കുണ്ടാവും.
ജസ്റ്റ് CMA സൈനിങ് അതോറിറ്റി മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. CMA ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഈ ചാനൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന വീഡിയോസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, CMA എല്ലാ പവേഴ്സും പറയുന്ന രീതിയിൽ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാവും. അതേപോലെ ഇന്ത്യയിലെ നമ്പർ 1 ROC സെന്ററിൽ നിങ്ങൾക്ക് CMA പഠിക്കാനും വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. നിങ്ങളൊരു കരിയർ മാപ്പ് എന്ത് ചെയ്യും, കാറ്റലിസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, ഒരുക്കി വെച്ച് തരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ഡൗട്ടുകളും കാര്യങ്ങളും ഞങ്ങൾ എന്ത് ചെയ്യും, കരിയർ എക്സ്പേർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാരിഫിക്കേഷൻ ചെയ്തു തരും. കാറ്റലിസ്റ്റിന്റെ പല സെന്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കേരളം ഒട്ടാകെ വരുന്നുണ്ട്. ഇപ്പൊ തൃശ്ശൂർ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റലിസ്റ്റ് വന്നിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ എന്തുണ്ട്, ഇപ്പൊ കാറ്റലിസ്റ്റ് ഉണ്ട്. ഇനി വരും വർഷങ്ങളിൽ എന്തുണ്ടാവും, എല്ലാ ട്രിവാൻഡ്രം വരെ എന്തുണ്ടാവും, കാറ്റലിസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കണമെങ്കിലും കാറ്റലിസ്റ്റിൽ എന്തുണ്ട്, അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസും കൂടി ഉണ്ട്. ഇനി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം.